ഹലോ ഗൈസ്, എല്ലാവർക്കും ഫൈൻ ഡോഗ്സിൻ്റെ മറ്റൊരു കിടക്കാച്ചി വീട്ടിലേക്ക് എല്ലാ ചങ്ക് മച്ചന്മാർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ സാധാരണ റിംഗ്ടോൺ ഇടാറ് എങ്ങനെയാണ്? സെറ്റിങ്സിൽ പോയി അവിടെ നിന്ന് സൗണ്ട് ആൻഡ് വൈബ്രേഷൻ എടുത്തിട്ടല്ല നമ്മൾ റിംഗ്ടോൺ ഇടാറ്. എങ്കിൽ പിന്നെ നിങ്ങൾക്ക് റിംഗ്ടോൺ ഇടാൻ പറ്റിയ നല്ല കിഡിലിന് ആപ്ലിക്കേഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇനി സെറ്റിങ്സിലൊന്നും പോയി റിംഗ്ടോൺ തപ്പി എടുക്കേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പം നമുക്ക് അതിന് പറ്റിയ നല്ല കിഡിലെ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ പക്കലുണ്ടേ. അപ്പം നേരെ സമയം കളയുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഈ ആപ്ലിക്കേഷൻ്റെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിയോ ലാബാണ് കേട്ടോ. ഓഡിയോ ലാബിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഫീച്ചേഴ്സൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതായത് ഫണ്ട് റെക്കോർഡ്, പിന്നെ അങ്ങനെയുള്ള ഒരുപാട് ഞാൻ ഫീച്ചേഴ്സ് കാണിച്ചു തന്നു. പറഞ്ഞാലും തീരാത്ത ഒരുപാട് ഫീച്ചേഴ്സ് അതിനകത്തുണ്ട്. അപ്പം നമുക്ക് ഓഡിയോ ലാബ് എടുക്കാം. ഓക്കെ, ഇവിടെ ഓഡിയോ ലാബ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓഡിയോ ലാബ് നമുക്ക് തുറക്കാം. ഓക്കെ, നമുക്കുള്ള ഓഡിയോ ലാബ് ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ടാഗ് എഡിറ്റർ എന്ന് പറയുന്ന സംവിധാനം നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ടാഗ് എഡിറ്റർ എന്ന് പറയുന്ന സംവിധാനം ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരുപാട് പാട്ടുകൾ അവിടെ ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു പാട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, നമുക്ക് ഫേജോടെ പാട്ടിന് എടുക്കാം. ഞാൻ ഫേജോടെ ഫാൻസ് ആയതുകൊണ്ട് ഫേജോടെ പാട്ടിന് എടുക്കാം. അപ്പം ഇവിടെ ഓഡിയോ ഓപ്ഷൻസ് എന്ന് പറയുന്ന സംവിധാനം ഇവിടെ വന്നിട്ടുണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ യൂസേഴ്സ് ഉണ്ട്. യൂസേഴ്സ് എന്ന് പറയുന്ന സാധനത്തിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സൈഡിലൂടെ സ്വൈപ്പ് ചെയ്യാം. ഇവിടെ ഡിഫോൾട്ട് റിംഗ്ടോൺ ഉണ്ട്, ഡിഫോൾട്ട് നോട്ടിഫിക്കേഷൻ ടൂൾ ഉണ്ട്, ഡിഫോൾട്ട് അലാറം ടൂൺ ഉണ്ട്. നമുക്കിത് അലാറം വെക്കണമെങ്കിൽ അലാറമായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. നോട്ടിഫിക്കേഷൻ ടൂൺ ആണെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സിനുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഡിഫോൾട്ട് നോട്ടിഫിക്കേഷൻ ടൂൺ ഉണ്ട്, ഡിഫോൾട്ട് റിംഗ്ടോൺ ഉണ്ട്, ഡിഫോൾട്ട് അലാറം ടൂൺ ഉണ്ട്. അലാറം വെക്കാനുള്ളതാണ്. അപ്പം നമുക്ക് ഡിഫോൾട്ട് റിംഗ്ടോൺ എന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പം ഡിഫോൾട്ട് റിംഗ്ടോൺ എന്ന് പറഞ്ഞു കേട്ടല്ലോ, ഡിഫോൾട്ട് റിംഗ്ടോണിനകത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ അലോ കൊടുക്കാൻ പറയുന്നുണ്ട്, അലോ കൊടുക്കുക. ഓക്കെ, ഇവിടെ സെറ്റായിട്ടുണ്ട് റിംഗ്ടോൺ. അപ്പം നമുക്കിനി സെറ്റിങ്സിനകത്ത് പോയി നോക്കാം. സെറ്റിങ്സ് എടുക്കുക. ഇനി ശേഷം സൗണ്ട് ആൻഡ് വൈബ്രേഷൻ എന്നുള്ള സാധനത്തിലെടുക്കുക. ഓക്കെ, സൗണ്ട് ആൻഡ് വൈബ്രേഷനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് റിംഗ്ടോൺ സെറ്റായിട്ടുണ്ടോ ഇല്ലയോ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, നമ്മുടെ റിംഗ്ടോൺ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇവിടെ റിംഗ്ടോൺ കാണിക്കുന്നുണ്ട്, ഫേജോടെ ഒരു പാട്ട് സെറ്റായിട്ടുണ്ടെന്നുള്ളത്. അപ്പം പുറത്തിറങ്ങാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ കൂട്ടുകാർക്കും വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. നിങ്ങളെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.